ഞാൻ എടുത്തുകൊണ്ട് വന്ന വണ്ടി ഞാൻ തിരുവനന്തപുരത്ത് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ എനിക്ക് കുറച്ച് മടുപ്പുണ്ടായെന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് കരീസ്മ 220 ഓടിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിത് ഓടിച്ചിട്ട് എനിക്കൊരു തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ ആയപ്പോഴത്തേക്ക് എൻ്റെ പണി തീർന്നു. കാരണം വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വൈബ്രേഷനാണ്. 60-70 കിലോമീറ്റേഴ്സിൽ നമ്മുടെ ടാങ്കിലോട്ടും ഹാൻഡിലോട്ടും ഫുഡ് പെക്സിലോട്ടും ഒക്കെ വരുന്ന വൈബ്രേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലത്തെ വൈബ്രേഷനാണ് വരുന്നത്. അങ്ങനെ ഞാനും അനിയനും കൂടെ മാറി ഓടിച്ചാണ് കൊണ്ടുവന്നത്. സോ ഈ വൈബ്രേഷൻ ഒഴിച്ചാൽ ആ ബൈക്ക് പെർഫെക്റ്റ് ആയിരുന്നു, അപ്പാച്ചി RTO 180. എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഇവന്മാരെ പിടിക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് ഇതൊരു ഫിയറോടെ എഞ്ചിൻ ബ്ലോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫിയറോടെ എഞ്ചിൻ ബ്ലോക്ക്, സുസുക്കി ഫിയറോടെ എഞ്ചിൻ ബ്ലോക്ക് അപ്പാച്ചി RTOന്റെ സെയിം ആണ് കാഴ്ചയിൽ. അതിനകത്ത് കുറച്ച് റേസിംഗ് സ്പ്രിങ്സും അങ്ങനെ വാൽവ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇവന്മാർ ഇത്രയും പവറും പെർഫോമൻസും ഉണ്ടാക്കി. പിന്നെ ഓവർ സ്ക്വയർ എഞ്ചിനായിട്ട് മോഡിഫൈ ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമായിരിക്കണം വണ്ടിക്ക് ഈ വൈബ്രേഷൻസ് തുടങ്ങിയത്. ഈ വൈബ്രേഷൻസ് ആയിരുന്നു അപ്പാച്ചി RTO 180